എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇത്തവണ മോഡൽ എക്സാമിനും നമുക്ക് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇദ്ദേഹത്തെയാണ്. ആരാണിത്? നമ്മുടെ ചാൾസ് ഡാർവിൻ അല്ലേ. അപ്പോൾ ചാൾസ് ഡാർവിൻ ആണ് ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വോയേജ് നടത്തി അല്ലേ, ഗാലപ്പഗോസ് ഐലൻഡിലേക്കും മറ്റുമായിട്ട് ഒരുപാട് വർഷത്തെ യാത്രയൊക്കെ നടത്തി അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിച്ചു അല്ലെ, ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിച്ചു. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തം മുമ്പോട്ട് വെച്ചത്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓർഗാനിസംസ് അഡാപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഗാനിസംസ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു തിയറി ആയിരുന്നു ഏത്? ഓർഗാനിസംസ് എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓർഗാനിസംസിൽ എങ്ങനെയാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്, മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തിയറി ആയിരുന്നു ആരുടെ? നമ്മുടെ ഡാർവിൻ, സർ ഡാർവിൻ്റെ ഈ പറയുന്ന തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പോപ്പുലേഷൻ എടുത്താലും ആ പോപ്പുലേഷനിൽ ഏതൊരു പോപ്പുലേഷൻ എടുത്താലും ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും അല്ലേ. ഏതൊരു പോപ്പുലേഷൻ എടുത്താലും അതിനകത്ത് ഒരുപാട് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഒരുപാട് ആളുകൾ എന്നല്ല, ഏത് ജീവികളായിക്കോട്ടെ ഒരുപാട് തന്നെ ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ഒരുപോലെ ആയിരിക്കും? ഒരിക്കലുമല്ല. ഇവരിലെല്ലാവരിലും എന്തുണ്ടായിരിക്കും? ഇവരെല്ലാവരും വ്യത്യസ്തരായിരിക്കും. ഇവരിലെല്ലാവരിലും വേരിയേഷൻസ് ഉണ്ടായിരിക്കും. വേരിയേഷൻസ് അഥവാ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എല്ലാവരുടെ കേസിലും ഈ പറയുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചില ഓർഗാനിസംസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങളായിരിക്കും. ഓക്കെ, അത് എപ്പോഴാണ് ഈ വ്യതിയാനങ്ങൾ അനുകൂലമാവുന്നതും അതുപോലെ തന്നെ പ്രതികൂലമാവുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അൺഫേവറബിൾ ആവുന്നതും ഫേവറബിൾ ആവുന്നതും എപ്പോഴാണ്? നമുക്കറിയാം ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഓർഗാനിസംസ് എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ നേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നേച്ചറിന് ഒരു പരിധിയുണ്ട്. അവിടെയുള്ള പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. അത്രമാത്രം റിസോഴ്സസ് മാത്രമേ ആരുടെ കയ്യിലുള്ളൂ? നേച്ചറിലുള്ളൂ. അപ്പോൾ ആ റിസോഴ്സസ് കൊടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ പോപ്പുലേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അതായത് പോപ്പുലേഷൻ കൂടുകയാണ്, അതായത് നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഓർഗാനിസംസ് പോപ്പുലേഷനിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ 100 പേരെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ, 100 പേർക്കേ നിൽക്കാൻ പറ്റുള്ളൂ. ആ 100 പേരിൽ കൂടുതലായി കഴിഞ്ഞാൽ 110 120 ആൾക്കാരായി കഴിഞ്ഞാൽ ആകെ തിക്കും തിരക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ആകെ മൊത്തം ഒരു സ്ട്രഗിൾ ആയിരിക്കും അവിടെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു പോപ്പുലേഷനിൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഓവറായിട്ട് എന്താണ് പോപ്പുലേഷനിൽ ഈ പറയുന്ന നമ്പർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് നടക്കും? ഓവർ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അഥവാ നമ്മൾ പറയുന്ന നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടക്കും. അതായത് നിലനിൽപ്പിന് വേണ്ടി ഓർഗാനിസംസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യും, അവർ തമ്മിൽ മത്സരിക്കും. ഭക്ഷണത്തിനും ഷെൽട്ടറിനും എല്ലാത്തിനും വേണ്ടി തമ്മിൽ എന്ത് നടക്കും? മത്സരങ്ങൾ നടക്കും. അതായത് എല്ലാവർക്കും ജീവിക്കണമെന്നുണ്ടായിരിക്കും, എല്ലാവരും തമ്മിൽ എന്തുണ്ടായിരിക്കും? മത്സരങ്ങൾ തുടങ്ങും. ഈ മത്സരം അല്ലെങ്കിൽ ഈ പറയുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരം അഥവാ ഈ പറയുന്ന ഒരു കോമ്പറ്റീഷൻ നടന്നു കഴിയുമ്പോൾ എന്താണ്? കോമ്പറ്റീഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? കുറച്ച് പേർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർവൈവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് സഹായിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ ഓർഗാനിസംസും വ്യത്യസ്തരാണ്, ഓരോ ഓർഗാനിസംസിലും വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ വേരിയേഷൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അഥവാ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നമ്മൾ എടുക്കുന്ന സമയത്ത് ചില ഓർഗാനിസംസിനുള്ള വേരിയേഷൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സ്ട്രഗിളിൻ്റെ സമയത്ത് ആ സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടക്കുന്ന സമയത്ത് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ഓർഗാനിസംസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫേവറബിൾ വേരിയേഷൻസ് ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. ഈ വേരിയേഷൻ സത്യം പറഞ്ഞാൽ സഹായിക്കുന്നത് ഈ ഒരു സ്ട്രഗിളിൻ്റെ സമയത്താണ്. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇല്ലാത്ത ഓർഗാനിസംസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഓർഗാനിസംസ് എന്ത് ചെയ്യപ്പെടും?
നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ആ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ആ ജീവജാലങ്ങൾ നശിക്കുന്നു. ആ ജീവജാലങ്ങൾ എന്ത് സംഭവിക്കുന്നു? അവർക്ക് നാശം സംഭവിക്കുന്നു. അപ്പോൾ വിവിധ വ്യതിയാനങ്ങളുള്ള ജീവികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ അമിതോൽപാദനം അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം അഥവാ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് നടക്കും. ഈ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസിന് വലിയൊരു റോളുണ്ട്. അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ നശിക്കും. ഇനി നേരെ മറിച്ച് അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവരാണെന്ന് വിചാരിക്കുക. അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവരാണ്, ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള ജീവികളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് നടക്കുന്നു? ഈ പറയുന്ന നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നു, അഥവാ ഈ പറയുന്ന പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് നടക്കുന്നു. അങ്ങനെ പ്രകൃതി നിർദ്ധാരണം നടക്കുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യപ്പെടുന്നു? ഇവർ സെലക്ട് ചെയ്യപ്പെടുന്നു. നിങ്ങൾ യെസ് യു ആർ സെലക്റ്റഡ്, നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് ഈ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? സർവൈവ് ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യും? ഇവർ നിലനിൽക്കും. കാരണം എന്താ? ഇവർ നിലനിൽക്കാനുള്ള കാരണം എന്താ? ഇവരിൽ ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് അഥവാ അനുകൂലമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഈ വ്യതിയാനങ്ങൾ ഇവർ നിലനിൽക്കുന്നു എന്ന് പറയുന്നു, ഇവർ സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവർ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ സർവൈവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വേരിയേഷൻസ് അടുത്ത തലമുറകളിലേക്ക് എന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യപ്പെടും. ഈ പറയുന്ന വ്യതിയാനങ്ങൾ ഇനി വരുന്ന റീപ്രൊഡക്ഷൻ നടന്ന് ഇനി വരുന്ന പുതിയ ജനറേഷൻസ് അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്ക് ഈ പറയുന്ന വേരിയേഷൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്ത് ചെയ്യും? അടുത്തടുത്ത തലമുറകളിലേക്ക്. നമ്മൾ പറഞ്ഞു കുറേ വേരിയേഷൻസ് ഉള്ള ഓർഗാനിസംസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം ഫേവറബിൾ ആയിരിക്കും, കുറച്ചെണ്ണം അൺഫേവറബിൾ ആയിരിക്കും. അൺഫേവറബിൾ ആയിട്ടുള്ളവർ നശിച്ചു പോകും, ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഫേവറബിൾ ആയിട്ടുള്ളവരെ നേച്ചർ സെലക്ട് ചെയ്യും. യെസ് യു ആർ സെലക്റ്റഡ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സർവൈവ് ചെയ്തോളൂ എന്ന് പറയുന്നു. അവർ സർവൈവ് ചെയ്യുന്നു. അവർ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യും, പുതിയ ജനറേഷൻസ് ഉണ്ടാവും. ഈ വേരിയേഷൻസ് ഒക്കെ ആ പുതിയ ജനറേഷൻസ് അല്ലെങ്കിൽ തലമുറകളിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇങ്ങനെ ജനറേഷൻസിലൂടെ കടന്നുപോയി ഈ വേരിയേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ ഈ വേരിയേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇതിങ്ങനെ പോയി ജനറേഷൻസിലൂടെ പോയി എന്ത് സംഭവിക്കുന്നു? പുതിയ ഒരു സ്പീഷീസ് ഉണ്ടാവുന്നു. ഒറിജിൻ ഓഫ് സ്പീഷീസ്, പുതിയ ഒരു സ്പീഷീസ് ഉണ്ടാവുന്നു, പുതിയ ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അടുത്തടുത്ത തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ വ്യതിയാനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. തലമുറകളായി ലഭിക്കുന്ന ഈ വ്യതിയാനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? അവരുടെ സഞ്ചയം അഥവാ അക്യുമുലേഷൻ നടക്കുന്നു. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അവസാനം എന്തുണ്ടാവുന്നു? പുതിയ ജീവജാലങ്ങളുടെ ഉത്ഭവം ഉണ്ടാവുന്നു, പുതിയ സ്പീഷീസ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതൊരൊറ്റ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടായെടുക്കുന്ന ഒരു സംഭവമല്ല. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അന്ന് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആൾക്ക് അന്ന് ഈ പറയുന്ന ക്രോമസോമുകളെ പറ്റി അല്ലെങ്കിൽ ജെനറ്റിക്സിനെ പറ്റി ഒന്നും ഒരു ധാരണയും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആലോചിക്കുക, അദ്ദേഹം എത്ര എന്താ പറയുക, എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ഇന്ന് നമ്മുടെ സയൻസും ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഇതൊന്നും അറിയാതിരുന്നൊരു സമയത്തും എന്താണ് ഈ പറയുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ജീൻസ് എന്താണ് നമ്മൾ പറയുന്ന ഹെറിഡിറ്റി അല്ലേ, ഈ പറയുന്ന തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നൊക്കെ അന്നേ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അന്ന് ഇതിനെപ്പറ്റി ഒന്നും വലിയ ഐഡിയ ഉണ്ടായില്ല. ഈ ജെനറ്റിക്സിനെ പറ്റിയോ സൈറ്റോളജിയെ പറ്റി അല്ലെ സെല്ലുകളെ പറ്റിയൊന്നും കൂടുതൽ പഠനങ്ങളോ ഒന്നും തന്നെ അറിവില്ലാത്തൊരു സമയത്തും അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ ഒരു അതായത് നമ്മുടെ ഈ പറയുന്ന വേരിയേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പുതിയ സ്പീഷീസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ആലോചിക്കേണ്ടു. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഏതൊരു പോപ്പുലേഷൻ എടുത്താലും അതിലുള്ള ഓർഗാനിസംസിൽ വേരിയേഷൻസ് അഥവാ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ അനുകൂല വ്യതിയാനങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ അവർ നശിപ്പിക്കപ്പെടും, അവർ നശിച്ചു പോകും, അവർ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ സെലക്ഷൻ നടന്ന് പ്രകൃതി നിർദ്ധാരണം നടന്ന് അവരെന്ത് ചെയ്യും? അവർ നിലനിൽക്കും, അവർ സർവൈവ് ചെയ്യും. സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഈ പറയുന്ന വ്യതിയാനങ്ങൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അവയുടെ സഞ്ചയം നടന്ന് അവസാനം എന്ത് സംഭവിക്കുന്നു? പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് എല്ലാ സ്പീഷീസും എവറി സ്പീഷീസ് പ്രൊഡ്യൂസസ് എന്താണ് മോർ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. നമ്മൾ പറഞ്ഞ പോലെ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാവുന്നതിലും അധികം അല്ലെ എർത്തിൽ സർവൈവ് ചെയ്യാവുന്നതിലും അധികം എന്താണ് സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ എന്ത് നടക്കും? മത്സരം നടക്കും, കോമ്പറ്റീഷൻ നടക്കും. എന്തിനു വേണ്ടിയിട്ട്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വാസസ്ഥലത്തിന് വേണ്ടിയിട്ടും ഇണയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ മത്സരം നടക്കും അല്ലേ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ എപ്പോഴാണ് കൂടുതൽ കടുക്കുന്നത്? നമ്പർ ഓഫ് ഓർഗാനിസംസ് കൂടുകയും റിസോഴ്സ്
നമ്പേഴ്സ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഭയങ്കരമായിട്ട് കോമ്പീറ്റ് ചെയ്യുക. അല്ല, ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും? ഈ പറയുന്ന പോലെ ജീവികളുടെ എണ്ണം ഒരുപാട് കൂടുതലും പക്ഷെ എന്താണ് റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ ഒരുപാട് കുറവാകുന്ന സമയത്ത് ഈ മത്സരം കൂടുതൽ കടുക്കും, അല്ലെ? ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനായിട്ട് മാറും. അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വേരിയേഷൻസ്, നമ്മൾ പറഞ്ഞ ഈ വേരിയേഷൻസിന്റെ റോള് ഇവിടെയാണ്. വേരിയേഷൻസ് എന്ന് പറയുന്നത് ആ ഫേവറബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ പറയുന്ന സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അഥവാ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ അവരെന്ത് ചെയ്യും? അവർ സർവൈവ് ചെയ്യപ്പെടും, അവർ സെലക്ട് ചെയ്യപ്പെടും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? ആ റൗണ്ടിൽ എലിമിനേറ്റ് ചെയ്യപ്പെടും, അല്ലെ? എലിമിനേഷൻ റൗണ്ടാണ്, അവിടെ വെച്ച് അവർ എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ആൻഡ് ഈ വേരിയേഷൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ പോലെ ഇൻഹെറിറ്റ് ചെയ്യും, അല്ലെ? എന്താണ്? തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. കൈമാറ്റം ചെയ്യപ്പെട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അതിലെന്ത് സംഭവിക്കാം? മാറ്റങ്ങൾ സംഭവിക്കാം. ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി അവർ ആൻസിസ്റ്ററിൽ നിന്നും വ്യത്യാസം ഉണ്ടായി വന്ന് അവസാനം എന്ത് സംഭവിക്കും? ഈ പറയുന്ന പോലെ തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. നമുക്ക് ചുറ്റും ഈ കാണുന്ന പോലെയുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ വേരിയേഷൻസ് ഇങ്ങനെ മാറി കൈമാറ്റം ചെയ്യപ്പെട്ട് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത ജീവജാതികൾ നമുക്ക് ചുറ്റും ഉള്ളത് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇതായിരുന്നു ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ മുമ്പോട്ട് വെച്ചത് നമ്മുടെ ചാൾസ് ഡാർവിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തിയറി ഓഫ് മ്യൂട്ടേഷൻ അഥവാ ഉൾപരിവർത്തന സിദ്ധാന്തം എന്ന് പറയുന്നത് ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇനി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ബമ്പർ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അവിടെ വെച്ച് കാണാം. ബൈ.